بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، فيقول شيخ الإسلام محمد بن عبد الوهاب رحمه الله في كتابه التوحيد فيه مسائل. محمد عبد الوهاب رحمه الله കിതാബ് തൗഹീദിലെ ഈ അധ്യായം, തൗഹീദിലേക്കുള്ള ദഅവ, അത് വിവരിക്കുന്ന ഈ അധ്യായത്തിൽ പറയുകയാണ്. അവസാനം ഫീഹി മസായിൽ, ഇതുവരെ പറഞ്ഞ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നൊക്കെ കിട്ടുന്ന വിഷയങ്ങൾ. അത് നമ്മൾ വായിച്ചത് من دلائل حسن التوحيد أنه تنزيه الله تعالى عن المسبة. തൗഹീദിന്റെ അതിമഹത്തായ നന്മകളിൽപ്പെട്ടതാണ്, തൗഹീദിന്റെ സൗന്ദര്യത്തിൽപ്പെട്ടതാണ് അന്നഹു തൻസീഹുല്ലാഹി തആല അനിൽ മസബ്ബ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചീത്തവിളി, അതിൽ നിന്ന് അല്ലാഹുവിനെ പരിശുദ്ധപ്പെടുത്തൽ തൗഹീദിലുണ്ട്. കാരണം അള്ളാഹുവിന് ശരീക്കുണ്ടെന്ന് പറയൽ അള്ളാഹുവിനെ ചീത്ത പറയലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ശതമിനി അബ്ദി, എൻ്റെ അടിമ എന്നെ ചീത്ത വിളിക്കുന്നു, എന്നെക്കുറിച്ച് അവൻ കളവ് പറയുന്നു, അവനത് പാടില്ലായിരുന്നു. എന്നെക്കുറിച്ചുള്ള കളവ് എന്താണ്? എനിക്കൊരു വലതുണ്ട്, സന്താനമുണ്ടെന്ന്. എന്നെക്കുറിച്ചുള്ള ചീത്ത എന്താണ്? എനിക്ക് ശരീക്കുണ്ടെന്ന്. അത് കണ്ട് അള്ളാഹു ക്ഷമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിനേക്കാളും സബറുള്ള ഒരാളുമില്ല. അവൻ ഈ ദുനിയാവിൽ സമയം നീട്ടിപ്പിടിക്കുകയാണ്. അവരെ അള്ളാഹു അവർക്ക് സമയം നീട്ടി കൊടുക്കുന്നു. ചില ആളുകൾ നന്നായേക്കാം, ചില ആളുകൾ അള്ളാഹു ഒരൊറ്റപ്പെടുത്തമായിരിക്കും. തൗഹീദിന്റെ ഹുസ്നിൽപ്പെട്ടതാണ്, നന്മയിൽപ്പെട്ടതാണ്, ഭംഗിയിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്നു അവനെ ചീത്ത പറയുന്ന പ്രവർത്തനത്തിൽ നിന്ന്. ഇത് ഏതായത്തിൽ നിന്ന് കിട്ടിയതാണ്? ഖുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. സുബ്ഹാനല്ലാഹ് വമാ അന മിനൽ മുശ്രിക്കീൻ. സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് അള്ളാഹുവിനെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുന്ന വാക്കാണ്. അള്ളാഹുവിനില്ലാത്ത എന്തെന്ത് മോശമായ വിശേഷണങ്ങൾ അള്ളാഹുവിന് ആളുകൾ പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിനെ പരിശുദ്ധനാക്കലാണ് സുബ്ഹാനല്ലാഹ് എന്ന വാക്ക്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാലോ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും. മാത്രമല്ല അവനുള്ള എല്ലാ സിഫത്തും, അവനുള്ള സിഫത്തുകളുണ്ട്, അതെല്ലാം അവനുള്ളത് തന്നെയാണ്. ആ ഇസ്ബാത്താണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നതിലുള്ളത്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നതിൽ നിഷേധമാണ്. അള്ളാഹുവിന് ഇല്ലാത്തതൊക്കെ അവനെ ആരൊക്കെ വെച്ചുകെട്ടി പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ അള്ളാഹു പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹി വമാ അന മിനൽ മുശ്രിക്കീൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. ഞാൻ ഒരിക്കലും മുശ്രിക്കുകളുടെ കൂട്ടത്തിലല്ല. അൽ ഖാമിസ്, അഞ്ചാമത്തേത്, അന്ന മിൻ ഖുബ്ഹി ശിർകി കൗനുഹു മസബ്ബതൻ ലില്ലാഹ്. ഷിർക്കിന്റെ വളരെ മോശമായ അവസ്ഥയിൽപ്പെട്ടതാണ്, ഷിർക്കിന്റെ വൈരൂപ്യങ്ങളിൽപ്പെട്ടതാണ് എന്ത്? അള്ളാഹുവിനെ ചീത്ത വിളിക്കൽ അതിലുണ്ട്. അതിന്റെ നേരെ വിപരീതം ഷിർക്ക്. അത് ഏത് തരത്തിൽ നോക്കിയാലും അത് വൃത്തികെട്ടതാണ്. അത് അങ്ങേയറ്റം മ്ലേച്ഛമായ കാര്യമാണ്. അതിനേക്കാളും മോശമായ ഒരു കാര്യമില്ല. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ് അതിനോടാണ്. അതിന്റെ മോശത്തരത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ ചീത്ത വിളിക്കൽ, അള്ളാഹുവിനെ ചീത്ത പറയൽ അതിലുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് ഇല്ലാത്തത് പറയൽ. അള്ളാഹു പറഞ്ഞില്ലേ, വഖാലു ഇത്തഖദ റഹ്മാൻ വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ തകാദു السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا. അള്ളാഹുവിന് സന്താനമുണ്ടെന്നവർ പറഞ്ഞിരിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ,
കഠിനമായ ഒരു വാക്കാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. തകാദു സമാവാതു യതഫത്തർന മിൻ, ആകാശം പൊട്ടിപ്പിളരുമാറാകുന്നു ആ വാക്ക് കാരണത്താൽ. വതൻശഖുൽ അർദ്, ഭൂമി വിണ്ടുകീറുമാറാകുന്നു. വതഖിറുൽ ജിബാലു ഹദ്ദ, പർവ്വതങ്ങൾ തകർന്നു പോകുമാറാകുന്നു. അൻ ദഅഉ ലിർറഹ്മാനി വലദ, റഹ്മാനായ റബ്ബിനൊരു വലതുണ്ടെന്ന്, സന്താനമുണ്ടെന്ന് അവർ പറഞ്ഞത് കാരണത്താൽ. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു എന്താ പറഞ്ഞത്? ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. ഈ ഖുർആൻ അല്ലാഹു ഇറക്കിയതിന്റെ ഒരു ലക്ഷ്യം അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യലാണ്. അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഇൽമുമില്ല. അവരുടെ വായിൽ നിന്ന് വന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. മാലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം, അവരുടെ പിതാക്കന്മാർക്കുമില്ല. കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം യഖൂലൂന ഇല്ലാ കദിബാ, കളവല്ലാതെ അവർ പറയുന്നില്ല. അപ്പൊ ഇതാണ് ശിർക്ക് എന്നത്. അങ്ങേയറ്റം മോശമായ കാര്യമാണ്. അള്ളാഹുവിനെ ചീത്ത പറയലുണ്ട് അതിൽ. റബ്ബിന്, ആകാശഭൂമികളുടെ റബ്ബിന് ചീത്ത പറയലാണ് അതിലുള്ളത്. അസാദിസ, അഞ്ചാമത്തേത് വഹിയ മിൻ അഹമ്മിഹ, ആറാമത്തേത് വഹിയ മിൻ അഹമ്മിഹ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഹിയ മിൻ അഹമ്മിഹ എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന മസാലകളിൽ ഈ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണത്? ഇബ്ആദുൽ മുസ്ലിമി അനിൽ മുശ്രിക്കീൻ, ഇബ്ആദുൽ മുസ്ലിമി അനിൽ മുശ്രിക്കീൻ, മുസ്ലിം അകന്നു നിൽക്കണം എന്ന കാര്യം. അനിൽ മുശ്രിക്കീൻ, ആരിൽ നിന്ന്? മുശ്രിക്കുകളിൽ നിന്ന്. ലിഅല്ലാ യസീറ മിൻഹും വലൗ ലം യുശ്രിക്, അവൻ അവരുടെ കൂട്ടത്തിലായി പോകാതിരിക്കാൻ. വലൗ ലം യുശ്രിക്, അവൻ ശിർക്ക് ചെയ്തില്ലെങ്കിൽ കൂടി. അസ്ൽ എന്താണ്? അടിസ്ഥാനം എന്താണ്? മുസ്ലിങ്ങൾ കാഫിറുകളുമായി കൂടിക്കലരാൻ പാടില്ല എന്നുള്ളതാണ്. അവൻ ശിർക്ക് ചെയ്യുന്ന ആളല്ലെങ്കിൽ കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുകയാണ്, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെ കൂടെയല്ല. ഞാൻ ശിർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പിന്നെ ശിർക്ക് ചെയ്യുന്നവരുടെ കൂട്ടത്തിലല്ല ഞാൻ. അപ്പൊ മുസ്ലിം ഉമ്മ അവർ ഒരുമിച്ചാണ് കഴിയേണ്ടത് യഥാർത്ഥത്തിൽ. അതല്ലാതെ കാഫിറുകളുമായി കൂടിക്കലർന്നിട്ടല്ല. മുസ്ലിങ്ങൾ ഒരുമിച്ചിട്ടാണ് കഴിയേണ്ടത്, കാഫിറുകളിൽ നിന്ന് അകന്നിട്ടാണ് യഥാർത്ഥത്തിൽ കഴിയേണ്ടത്. വയമിൻ അഹമ്മിഹ ഇബ്ആദുൽ മുസ്ലിമി അനിൽ മുശ്രിക്കീന ലിഅല്ലാ യസീറ മിൻഹും വലൗ ലം യുശ്രിക്, അവൻ ശിർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവൻ അവരുടെ കൂടെ ആയി പോകാതിരിക്കാൻ. കാരണം അവരുടെ കൂടെ കലർന്നാൽ അവരുടെ പല സ്വഭാവങ്ങളും ഇവന് പകരും, അവരുടെ പലതും ഇവന് പകരും. ശിർക്കിനോടുള്ള അവന്റെ മനസ്സിലുള്ള ഗൗരവം മെല്ലെ മെല്ലെ ചുരുങ്ങിപ്പോകും. കണ്ട് അത് അങ്ങനെ വരുമല്ലോ, കണ്ട് എന്തായി, ഇത് ശീലായിപ്പോ. അതിനോടുള്ള വെറുപ്പ് കുറഞ്ഞു വരും, അതിനോടുള്ള അകൽച്ച കുറഞ്ഞു വരും. അത് എത്രമാത്രം വൃത്തികെട്ടതാണ്, എത്രമാത്രം ഭയാനകരമാണ് കാര്യം, മോശമായ കാര്യമാണ് എന്നതൊക്കെ അവന്റെ മനസ്സിൽ ഇല്ലാതായി പോകാൻ കാരണമാകും. അവരുടെ ആചാരങ്ങൾ ഇവനിലേക്ക് വരും, അവരുടെ സ്വഭാവങ്ങൾ വരും, അവരുടെ വേഷം വരും, അതുപോലെ അവരുടെ സംസാരത്തിൽ ശിർക്കിന്റെ വർത്തമാനങ്ങൾ അത് കടന്നു വരും. അത് ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. ആരുടെ കൂടെയാണോ അവനുള്ളത് അവരുടെ സ്വഭാവങ്ങൾ അവനിലേക്ക് പകരുമെന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വഹിയ മിൻ അഹമ്മിഹാ ഇബ്ആദുൽ മുസ്ലിമി അനിൽ മുശ്രിക്കീന ലിഅല്ലാ യസീറ മിൻഹും വലൗ ലം യുശ്രിക്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ എന്തുള്ളത്? ഹിജ്റയുള്ളത്. ഹിജ്റ അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഉള്ളത്. ഖിയാമത്ത് നാൾ വരെ ഹിജ്റ മശ്റൂഅ, ദീനിൽ ഉള്ള കാര്യമാണ്. മുസ്ലിങ്ങൾക്ക് അവരുടെ ദീൻ അനുസരിച്ച് ജീവിക്കാനും അവരുടെ ദീൻ പാലിക്കാനും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവന്റെ ദീനിൽ നല്ല ഇൽമും ദീനിൽ ഉറച്ചു നിൽക്കാനുള്ള സ്ഥൈര്യവും ഉള്ളവനല്ലാതെ മുസ്ലിങ്ങളുടെ നാട്ടിലല്ലാത്ത നാട്ടിൽ നിൽക്കാൻ അനുവാദമില്ല. എങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ പോലും
അവന് ഖൈറായിട്ടുള്ളത് മുസ്ലിങ്ങളുടെ നാട്ടിൽ താമസിക്കുക എന്നുള്ളതാണ്. ഈ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ കൂടി അവന് ഖൈർ അവിടെ താമസിക്കാറില്ല. ഇതില്ലെങ്കിലോ നിർബന്ധമായി തീരും. ഇതിന് അനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ, ദീനിന്റെ പ്രധാനപ്പെട്ട ഷിആറുകൾ പാലിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ, അതുപോലെ തന്നെ അവന് ദീനിൽ യാതൊരു ഉറപ്പില്ലാത്തവനാണെങ്കിൽ അപ്പോൾ നിർബന്ധമായി തീരും മുസ്ലിങ്ങളുടെ നാട്ടിലേക്ക് ഹിജറ പോകുക എന്നുള്ളത്. അല്ല, ഇതുണ്ടെങ്കിൽ അവനവിടെ നിൽക്കാം, അനുവദനീയമാണ്. പക്ഷേ അവന് മുസ്തഹബ്, അവനും ഖൈറായിട്ടുള്ളത് മുസ്ലിങ്ങളുടെ നാട്ടിൽ പോകല. കാരണം ഈ തരത്തിലുള്ള അപകടത്തിന് സാധ്യതയുണ്ട് എന്നതുകൊണ്ട്. അടുത്തത് അസ്സാബിഅ, ഏഴാമത്തത് കൗനു തൗഹീദി അവ്വല വാജിബിൻ. കൗനു തൗഹീദി അവ്വല വാജിബിൻ. തൗഹീദ് ആണ് അവ്വല വാജിബ്, ഒന്നാമത്തെ നിർബന്ധ കാര്യം. ഒന്നാമത്തെ നിർബന്ധ കാര്യം തൗഹീദാണ്. എങ്ങനെ നമുക്ക് മനസ്സിലായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞ, നമ്മൾ നേരത്തെ വായിച്ച ഹദീസിൽ നിന്ന്. എന്താണ് മുആദിനോട് പറയുന്നത്? ഇന്നക തഅതി ഖൗമൻ അഹ്ലി കിതാബ് فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله. നീ അഹ്ലു കിതാബിന്റെ അടുത്തേക്കാണ് പോകുന്നത്. فليكن أول ما تدعوهم إليه شهادة أن لا إله إلا الله. നീ അവരാദ്യമായി ക്ഷണിക്കേണ്ടത് ഏതായിരിക്കട്ടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതായിരിക്കട്ടെ. അതിൽ അവർ നിന്നെ അനുസരിച്ചാൽ അവരെ അറിയിക്കുക. നമസ്കാരത്തിന്റെ കാര്യം നിസ്കരിച്ചിട്ടില്ലെങ്കിൽ കാഫിറായി പോകും. പക്ഷെ അതിനേക്കാളും പ്രാധാന്യമുണ്ട് തൗഹീദിന്. തൗഹീദില്ലേ അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുകയില്ല. വലഖദ് ഊഹിയ ഇലൈക വഇല الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. നിനക്ക് മുമ്പുള്ള നബിമാർക്കും നാം വഹി നൽകിയ കാര്യമാണ്. ശിർക്ക് ചെയ്താൽ എല്ലാ അമലും പൊളിഞ്ഞു പോകും. നിസ്കാരമില്ല, നോമ്പില്ല, ഹജ്ജില്ല, ഒന്നുമില്ല, എല്ലാം പൊളിഞ്ഞു പോകും ശിർക്ക് ചെയ്തവന്റെ. അതുകൊണ്ട് ആദ്യം അതാണ് വാജിബായിട്ടുള്ളത്. അതാണ് എല്ലാ നബിമാരും വന്ന് പറഞ്ഞിട്ടുള്ളത്. അതാണ്, അതില്ലായാലേ ബാക്കിയുള്ളത് പരിഗണിക്കുകയുള്ളൂ. അസാമിന, സാമിന എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ. أن يبدأ به قبل كل شيء حتى الصلاة. أن يبدأ به, അതുകൊണ്ട് തുടങ്ങണം. അതിലേക്കാണ് ആളുകൾ വിളിക്കേണ്ടത് ആദ്യം. قبل كل شيء, എല്ലാത്തിനും മുൻപേ. حتى الصلاة, ഏതിനു വരെ മുമ്പ്? നിസ്കാരത്തിനും പോലും മുമ്പ്. കാരണം നിസ്കാരം എന്ന് പറഞ്ഞാൽ അതാണ് അമലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ആദ്യം ചോദ്യം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, أول ما يحاسب به العبد يوم القيامة من عمله صلاته فإن صلحت فقد أفلح وأنجح وإن فسدت خاب وخسر. ഒരു അടിമ അവന്റെ അമലുകളുടെ കൂട്ടത്തിൽ ആദ്യം വിചാരണ നേരിടേണ്ടി വരുന്നത് ഏത് വിഷയമാണ്? സലാഹ്, നമസ്കാരമാണ്. അതിന് സലാഹത്ത്, അത് നന്നായാൽ അഫ്ലഹ വ അൻജഹ്, അവൻ വിജയിച്ചിരിക്കും. വൈൻ ഫസദത് ഖാബ വ ഖസർ, അത് ഫസാദായാൽ അവൻ തൊലഞ്ഞു, അവന്റെ കാര്യം നഷ്ടത്തിലായി. ഇതാണ് നമസ്കാരത്തിന്റെ കാര്യം. പക്ഷേ തൗഹീദിന് ശേഷമാണ് അതിന്റെ സ്ഥാനം. തൗഹീദിന്റെ ശേഷമാണ് സ്ഥാനം. നമസ്കാരത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാഹ് ഫമൻ തറകഹ ഫഖദ് കഫർ. നമുക്കും അവർക്കും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. അത് ഉപേക്ഷിച്ചവൻ കാഫിറായിരിക്കുന്നു. സഹാബത്ത് ഒരു അമലും ഉപേക്ഷിക്കുന്നത് കുഫറായി കണ്ടിട്ടില്ല, നമസ്കാരമല്ലാതെ. ഇങ്ങനെ ഉള്ളതാണ് നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന റജുലി വബൈന ശിർകി വൽ കുഫ്രി തർക്കു സ്വലാഹ്. ഒരാൾക്കും കുഫറിനുമിടയിലുള്ള വ്യത്യാസം, ഒരു മുസ്ലിമിനും ഷിർക്കിനുമിടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കുക എന്നതാണ്. നമസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി പോയിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ മുൻപേ ആണ് ഏതിന്റെ സ്ഥാനം? തൗഹീദിന്. കാരണം തൗഹീദ് ഇല്ലെങ്കിൽ ഇത് ഉപകാരപ്പെടുകയില്ല. അത്താസിഅ, ഒൻപതാമത്തത്, അന്ന മഅന അൻ യുവഹിദുല്ലാഹ് മഅന ഷഹാദതി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൻ യുവഹിദുല്ലാഹ് എന്നതിലേക്കാണ് നീ അവരെ ക്ഷണിക്കേണ്ടത്. അതിന്റെ അർത്ഥമാണ്
ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥവും. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നതിന്റെ അതേ അർത്ഥം തന്നെയാണ് യുവഹിദുല്ലാഹ് എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. ഇതേതിൽ നിന്നാണ് കിട്ടിയത്? മുആദിന്റെ ഹദീസിൽ തന്നെ. കാരണം മുആദ് ഇബ്നു ജബലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കുമ്പോൾ അവരാദ്യമായി ക്ഷണിക്കാൻ പറഞ്ഞു. ഒരു റിവായത്തിൽ എന്താ ഉള്ളത്? ഇലാ യുവഹിദുല്ലാഹ്. വേറൊരു റിവായത്തിൽ എന്താ വന്നത്? ഇലാ ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക എന്നൊരു റിവായത്തിൽ, അള്ളാഹുവിനെ ഏകനാക്കുന്നതിലേക്ക് അവരെ ക്ഷണിക്കുക. മറ്റൊരു റിവായത്തിൽ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് സാക്ഷ്യം വഹിക്കാൻ അവരെ ക്ഷണിക്കുക. അപ്പോ രണ്ടൊന്ന്, അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് തന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഏകനാക്കുക ഇബാദത്തിൽ. അവനല്ലാതെ ഇബാദത്തിന് അർഹനില്ല. ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അടുത്ത് നോക്കൂ. മാത്രല്ല ഇതിന് എതിരായി പറയുന്ന ആളുകളാണ് ഷിർക്കിന്റെ ആളുകൾ. അവരെന്താണ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ചിലർ പറയും അള്ളാഹു അല്ലാതെ ഖാലിഖില്ല, അള്ളാഹു അല്ലാതെ സ്രഷ്ടാവില്ല. അപ്പൊ അള്ളാഹു അല്ലാത്ത മറ്റൊരു സ്രഷ്ടാവുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവൂ എന്ന് ചിലർ പറയുന്നു. അപ്പൊ അബൂജഹലൊക്കെ മുസ്ലിമായിരുന്നു എന്ന് പറയേണ്ടി വരും. അത്രയും വലിയ ബാത്തിലാണത്. കാരണം മുശ്രിക്കുകളോട് ആരാണ് ആകാശഭൂമികളെ പടച്ചതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ്. ആരാണ് മഴ വർഷിപ്പിക്കുന്നത്? അവർ പറയും അള്ളാഹുവാണ്. ആരാണ് നിങ്ങളെ പഠിച്ചത്? അവർ പറയും അള്ളാഹുവാണ്. അതല്ല, അതുപോലെ അള്ളാഹു അല്ലാതെ ഇല്ല എന്നാണ് സൂഫികളുടെ അർത്ഥം. എല്ലാം അള്ളാഹു തന്നെ, ഏതിലും അള്ളാഹു ഉണ്ട്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ പൊളിച്ചു കളയുന്ന വാക്കാണ്. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു എഴുത്തിൽ പറഞ്ഞു, ബിഅ്സ ഖൗമിൻ അബൂജഹൽ അഅലമു മിൻഹും ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഖൗം എത്ര മോശമാണ്, അവരെക്കാളും നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുന്നത് ആർക്കാണ്? അബൂജഹലിനാണ്. അങ്ങനെയുള്ള ഖൗമിന്റെ അവസ്ഥ എത്ര മോശമാണ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് അബൂജഹലിന് നന്നായി അറിയാം. അള്ളാഹു ഇത് പറഞ്ഞാൽ ഇനി അള്ളാഹു അല്ലാത്ത ഒരാളെ ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നവൻ അറിയാം. അതുകൊണ്ടാണ് അത് പറയുമ്പോ സമ്മതിക്കാത്തത്. ഇന്നഹും കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരതാ കിബ്ർ നടിക്കുന്നു, അവർ അഹങ്കരിച്ച് തിരിഞ്ഞു കളയുന്നു. പക്ഷെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു വിശ്വാസം അബൂജഹലിന്റേത് വെച്ചുകൊണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലായിട്ടില്ല, അർത്ഥം മറ്റതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, വേറെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഷേഖ് പറഞ്ഞത് ഒരു ഖൗമിന്റെ അവസ്ഥ എത്ര പരിതാപകരമാണ്. അവരെക്കാൾ നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹിന്റെ അർത്ഥം അറിയുന്നത് അബൂജഹൽ. അങ്ങനെ ഒരു ഖൗമിന്റെ അവസ്ഥ എന്താണ്? നഊദു ബില്ലാഹ്. العاشرة പത്താമത്തേത് أن الإنسان قد يكون من أهل الكتاب وهو لا يعرفها أو يعرفها ولا يعمل بها. أن الإنسان ഒരു മനുഷ്യൻ قد يكون ആയേക്കാം من أهل الكتاب, ഏതിൽപ്പെട്ട ആൾ? അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളായിരിക്കാം. وهو لا يعرفها, എന്നാൽ അവനത് അറിഞ്ഞോളണമെന്നില്ല. ഔ യഅരിഫുഹാ, ചിലപ്പോൾ അവൻ അറിയും. വലാ യഅമലു ബിഹാ, എന്നാൽ അതുകൊണ്ട് പ്രവർത്തിക്കുകയില്ല. കിതാബിന്റെ ആളാണെന്ന കാര്യം അവൻ അറിയുകയില്ല. കിതാബിൽ എന്താണ് പറഞ്ഞതെന്ന് അവൻ ചെയ്യുകയില്ല. ആ കിതാബ് പഠിപ്പിക്കുന്ന, കിതാബുമായി വന്ന നബിമാർ പഠിപ്പിച്ചത് എന്താണ് അവൻ അത് അറിയുകയില്ല. ഇങ്ങനെ ഖൗമുണ്ടായേക്കാം. ഇങ്ങനെ ഖൗമുണ്ട്. അഹ്ലു കിതാബിന്റെ പൊതുവെയുള്ള അവസ്ഥ അങ്ങനെയാണ്. എന്നാൽ ചില ആളുകൾക്ക് മനസ്സിലാകും. ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് ഹബശയിലേക്ക് ചെന്നപ്പോ നജ്ജാശിക്ക് ഓതി കൊടുത്തത്. ഏത് സൂറത്താണ് ഓതി കൊടുത്തത്? സൂറത്ത് മറിയമാണ് ഓതി കൊടുത്തത്. നജ്ജാശി ചോദിച്ചു, ആ റസൂൽ കൊണ്ടുവന്ന വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്ന് ഞാൻ കേൾക്കട്ടെ. അപ്പോ ജഅഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ബുദ്ധിയുള്ള സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരനാണ്, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ്. ജാഫറിന്റെ കുടുംബം, ജാഫറിന്റെ പരമ്പര മിൻ അഹ്ലിൽ ബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. റസൂലുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജാഫറിന്റെ കുടുംബം അഹ്ലുബൈത്താണ്. അഹ്ലുബൈത്തിന് പ്രത്യേകതകളുണ്ട്. അങ്ങനെയുള്ള ജാഫർ ബിൻ അബി താലിബ് നജ്ജാശിക്ക് ഓതി കൊടുത്തത് എന്താണ്? മറിയം. നജ്ജാശി കരഞ്ഞു കേട്ടിട്ട്. എന്നിട്ട് ഇത് അല്ലാഹു അവതരിപ്പിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നീട് ചോദിച്ചു, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് ഇവർ മോശമായാണ് പറയുന്നത് എന്ന് ശത്രുക്കൾ പറഞ്ഞു കൊടുത്തു. അപ്പൊ നജ്ജാശി ചോദിച്ചു, എന്താണ് ഈസയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ജാഫർ നബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻ. ഇതാണ് ഈസാ നബിയെ കുറിച്ച് നമ്മുടെ വിശ്വാസം. അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അബ്ദ്, അവന്റെ അടിമ, അവന്റെ റസൂൽ. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, മറിയമിൽ അള്ളാഹു ഇട്ടുകൊടുത്ത അവന്റെ കലിമത്താണ്. റൂഹും മിൻഹു, അള്ളാഹു വിങ്കൽ നിന്നുള്ള റൂഹാണ്. അതെന്താണെന്ന് ആ കലിമ നമ്മൾ മുമ്പ് വിശദീകരിച്ചിരുന്നു. എന്താണ് കലിമ എന്ന് പറഞ്ഞാൽ, റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ. ഇത് ജാഫർ ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോ നജ്ജാശി ഒരു വടി എടുത്തിട്ട് ഇങ്ങനെ കയ്യിലുണ്ടായിരുന്നു, ചെറിയൊരു വടി. ഇതാ, നിങ്ങൾ ഈ പറഞ്ഞതിൽ നിന്ന് ഇത്ര പോലും മാറ്റമില്ല യഥാർത്ഥത്തിൽ ആർക്ക്? ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്. അങ്ങനെ തന്നെയാണ്. അപ്പോ പാതിരിമാരെ അവിടെ ഇരിക്കുന്നുണ്ട്, പാതിരിമാരെ നാക്കി. അപ്പോ നജ്ജാശി പറഞ്ഞു, നിങ്ങൾ ഒച്ചിട്ടാലും ഇട്ടില്ലെങ്കിലും ശരി, ഇതാണ് ഹക്ക്. നിങ്ങൾ കുറച്ചാലും കുറച്ചില്ലെങ്കിലും ഇതാണ് ഹക്ക് എന്ന് നജ്ജാശി പറഞ്ഞു. ഇങ്ങനെ അഹ്ലു കിതാബ്, അത് അവരിൽ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച്, മുസ്ലിങ്ങളാകുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, അവർ അള്ളാഹിന്റെ ആയത്തുകൾ കേട്ടാൽ യഖ്റൂന ലിൽ അദ്ഖാനി സുജ്ജദാ, അവരതാ സുജൂദിലേക്ക് വീഴുന്നതാണ്, അവർ കരയുന്നതാണ് ഹക്ക് മനസ്സിലാക്കിയത് കാരണത്താൽ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അഹ്ലുൽ കിതാബ് വേണ്ടത്. അങ്ങനെ അവർ മുസ്ലിങ്ങളായാൽ രണ്ട് പ്രതിഫലം അവർക്കുണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനസ്സിലാക്കുന്ന ആളുകൾ, ഹെറക്കൽ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഹെറക്കൽ മനസ്സിലാക്കി, പക്ഷേ അയാളുടെ അധികാരക്കൊതി ദുനിയാവ് അയാളെ മുസ്ലിം ആവാൻ സമ്മതിച്ചില്ല. അവസാനം അതിൽ തന്നെ നിന്നു. അവർക്ക് മനസ്സിലായിരുന്നത്. അതുകൊണ്ടാണ് അബൂ സുഫിയാനോട് പറഞ്ഞത്, ഇതാ എന്റെ ഈ കദം വെച്ച സ്ഥലമുണ്ടല്ലോ, എന്റെ ഈ കാല് വെച്ച സ്ഥലം, ഇത് അദ്ദേഹം കീഴ്പ്പെടുത്തും. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഈ അധികാരമില്ലായിരുന്നെങ്കിൽ ഞാൻ പോയി അദ്ദേഹത്തിന് സേവനം ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീടാണ് നസ്രാനികളെ വിളിച്ചിട്ട്, പാതിരിമാരെയൊക്കെ വിളിച്ചിട്ട് വാതിലുകളൊക്കെ പുറത്തുനിന്ന് പൂട്ടാൻ ഹെറക്കൽ ഉത്തരവിട്ടു. പുറത്തുനിന്ന് പൂട്ടിയിട്ട് എല്ലാവരെയും ഒരു ഹാളിൽ വിളിച്ചിട്ട് ഹെറക്കൽ ചോദിച്ചു, ഹല്ലക്കും, നിങ്ങൾക്ക് വേണോ, ഫലാഹ് വേണോ, നിങ്ങൾക്ക് വിജയം വേണോ, ഈ റസൂലിനെ പിൻപറ്റിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോ കാട്ട് കഴുതകളെ പോലത്തെ ഒരു ജാതി വെപ്രാളം കാണിച്ചിട്ട് അവരൊക്കെ ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് പുറത്തടക്കാൻ വേണ്ടി വാതിൽക്കലേക്ക് ചെന്നു. വാതിലൊക്കെ പൂട്ടിയിട്ടുള്ളത്. ഹെറക്കൽ ഇവരെ പരീക്ഷിച്ചതാണ്, എന്തായിരിക്കും ഇവരെ നിലപാടെന്നൊന്ന് നോക്കാൻ. ഇതാണ് നിലപാടെന്ന് കണ്ടപ്പോൾ ഹെറക്കൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദീനിൽ എത്ര ശിദ്ദത്തുണ്ട്, ഗീറത്തുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങളുടെ ദീനിനോട് നിങ്ങൾക്ക് എത്ര ഉറപ്പുണ്ടെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് അയാൾ ആ കുഫറിൽ തന്നെ ഉറച്ചു നിന്നു. സഅദത്തു ദുനിയ വൽ ആഖിറ, ഈ ലോകത്തെയും പരലോകത്തെയും സൗഭാഗ്യം അയാൾ വേണ്ടെന്ന് വെച്ചു. ഇതാണ് ഹെറക്കലിന്റെ കഥ. നജ്ജാശി അങ്ങനല്ല, നജ്ജാശി മുസ്ലിം ആയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, സ്വീകരിക്കാനുള്ള തൗഫീഖ് വേണം. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു യഹൂദിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് മുസ്ലിം ആവുകയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് മുസ്ലിം ആകും. 3 ചോദ്യങ്ങൾ ചോദിക്കും. നബിക്ക് മാത്രം പറയാൻ പറ്റുന്ന ഉത്തരമാണിത്. ഉത്തരം പറയും, മുസ്ലിം ആകും. മുസ്ലിം ആയി കഴിഞ്ഞിട്ട് പറയും, ഇന്നൽ യഹൂദ ഖൗമുൻ ഹുസ്സത്, നബിയെ, യഹൂദികൾ അസൂയക്കാരായ ഒരു ഖൗമാണ്. അതുകൊണ്ട് ഞാൻ മുസ്ലിമായി എന്നറിഞ്ഞാൽ അവരെന്നെ ചീത്ത വിളിക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യരുത്, ഞാൻ മുസ്ലിമായി എന്നുള്ള കാര്യം അവരോട് പറയരുത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹി ഇബ്നു സലാമിനോട് മാറിയിരിക്കാൻ പറയും. മറിഞ്ഞിരിക്കും. യഹൂദികളെ വിളിക്കും, കാര്യപ്പെട്ട ആളുകളൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ പറയും, ഖൈറുന വബ്നു ഖൈരിന, ഞങ്ങളിലെ ഖൈറായ ആളാണ്,
ഖൈറായ ഒരാളുടെ മകനാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക, അബ്ദുല്ലാഹി ഇബ്നു സലാം മുസ്ലിം ആയാലോ? ഇവർ പറയും അള്ളാഹ് കാക്കട്ടെ. യഹൂദികൾ പറയും അള്ളാഹു അദ്ദേഹത്തെ അതിൽ നിന്ന് കാത്തിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു സലാം വന്നിട്ട് പറയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഉടനെ യഹൂദികൾ ശർറുനാ വബ്നു ശർറിനാ, ഞങ്ങളിൽ ഏറ്റവും മോശമായ ആളാണ്, ഏറ്റവും മോശമായ ഒരാളുടെ മകനാണ് എന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബ്ദുല്ലാഹി ഇബ്നു സലാം പറയുക, ഇതാണ് ഞാൻ പറഞ്ഞത്, അബ്ദുല്ലാഹി ഇബ്നു സലാമിന് സ്വർഗമുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനാൽ സന്തോഷ വാർത്ത കിട്ടിയ സഹാബിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അപ്പൊ ഇങ്ങനെ അറിയുന്ന ആളുകളുണ്ട്. അല്ലാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബിഹി, നിങ്ങൾ ഇതിൽ ആദ്യം അവിശ്വസിക്കുന്ന ആളുകളാവരുത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്ന ആളുകളാണ് ആകേണ്ടത് എന്ന് ബനു ഇസ്രായേലരെ വിളിച്ച് അല്ലാഹു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അടുത്തത് അൽ-ഹാദി അശറ, 11ാമത്തേത് അത്തംബീഹു അല തഅലീമി ബിത്തദ്രീജ്. തംബീഹ്, തംബീഹ് എന്നാൽ ഒരു ഉണർത്തൽ, ഓർമ്മപ്പെടുത്തലുണ്ട്. അല തഅലീം, പഠിപ്പിക്കേണ്ട ഇതിനെക്കുറിച്ച്. തഅലീം എന്നാൽ പഠിപ്പിക്കുക. എങ്ങനെ പഠിപ്പിക്കുക? ബിത്തദ്രീജ്. തദ്രീജ് എന്നാൽ ദർജയായി പഠിപ്പിക്കുക, കുറച്ച് കുറച്ചായിട്ടാണ് പഠിപ്പിക്കേണ്ടത്. ആദ്യം എന്താണ് പഠിപ്പിക്കേണ്ടത് അത്, ആദ്യം എന്താണ് പിന്നെന്താണ് പഠിപ്പിക്കേണ്ടത് അത്. ഉലമാക്കൾ പറയാറുണ്ട്, മൻ അഖദൽ ഇൽമ ജുംലതൻ ദഹബ അൻഹു ജുംല. ആരെങ്കിലും ഇൽമ ഒറ്റടിക്ക് എടുത്താൽ ഒറ്റടിക്ക് വന്നതുപോലെ പോകും. മറിച്ച് എങ്ങനെയാണ് പഠിക്കേണ്ടത്? കുറച്ച് കുറച്ചായിട്ടാണ് പഠിക്കേണ്ടത്. മൻ അഖദൽ ഇൽമ ജുംലതൻ ദഹബ അൻഹു ജുംല. അങ്ങനെയാണ് ഇത് പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് റബ്ബാനിയൂൻ എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ള ഉലമാക്കൾ, അവരെ കുറിച്ച് മുൻഗാമികൾ നൽകിയിട്ടുള്ള വിശദീകരണം എന്താണ്? നല്ല ഉലമാക്കളാണ് അവരെങ്ങനെയാണ്? അവർ ജനങ്ങളെ പഠിപ്പിക്കും സിഗാറൽ ഇൽമി ഖബ്ല കിബാരിഹി ഔ സഗീറൽ ഇൽമി ഖബ്ല കബീരിഹി. ചെറിയ ഇൽമ ഏതാണോ അത് പഠിപ്പിക്കും വലുതിനു മുമ്പ്. ആദ്യം പഠിക്കേണ്ടത് വളരെ ചെറുതാണ്, പിന്നെയാണ് വലുതിലേക്ക് കടക്കേണ്ടത്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ചില വലിയ കിതാബുകൾ മുഖ്തസറായി എഴുതിയിട്ടുള്ള ചില കിതാബുകൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ആ കിതാബുകളിൽ വലിയ കിതാബിലുള്ള കാര്യം ചുരുക്കി എഴുതിയ ചെറിയൊരു കിതാബ്. ഒരു തുടക്കക്കാരാദ്യം അതാണ് വായിക്കേണ്ടത്. കാരണം തപ്പ് ഇതിൽ ആകെ പറഞ്ഞത് എന്താണെന്ന് അതിൽ നിന്ന് കിട്ടും, പിന്നെ ആഴത്തിലേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പഠിക്കുക. ജനങ്ങളെ പഠിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. അതിലേക്കുള്ള സൂചന, ഉണർത്തൽ ഈ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ അവരോട് നോമ്പിനെ പറ്റി പറയാനല്ല പറഞ്ഞത്, ജക്കാത്തിനെ കുറിച്ച് പറയാനല്ല. ആദ്യം പറയേണ്ടത് എന്താണ്? അവർക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുക, അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുക, പിന്നീട് നമസ്കാരം, പിന്നീട് ജക്കാത്ത്, അങ്ങനെ അവരെ പഠിപ്പിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ തന്നെ കുട്ടികളും അങ്ങനെ തന്നെയാണ്. കുട്ടികളെ അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്. കുട്ടികൾക്ക് കലിമാത്ത്, വാക്കുകൾ അവർക്ക് മതിയാകും. ചില വാക്കുകൾ അവർക്ക് ധാരാളമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുന്ന കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമ്മു സലമയുടെ മകൻ റസൂലുള്ളാഹിന്റെ റബീബാണ്. റബീബ് എന്നാൽ റസൂലുള്ളാഹിന്റെ ഭാര്യയുടെ ആദ്യത്തെ ഭർത്താവിലുണ്ടായ മകനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നബി എന്താ പറഞ്ഞത്? യാ ഗുലാം മോനെ സമ്മില്ലാഹ് ബിസ്മില്ലാഹ് വകുൽ ബിയമീനിക്, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്ക്, വകുൽ മിമ്മാ യലീക്, നിന്റെ അടുത്ത് നിന്ന് കഴിക്ക്. ഈ കുട്ടിയാണ് വലുതായിട്ട് നമുക്ക് ആ ഹദീസ് പറഞ്ഞു തരുന്നത്. ആദാബുൽ അഖ്ലി വശുർബിന്റെ കിതാബുകൾ ഏതൊക്കെ ഉണ്ട് അതിലൊക്കെ ഈ ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ചെറിയ കുട്ടിയാണ് കേട്ടിട്ടുള്ളത്. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുമ്പോൾ 8 വയസ്സ് മാത്രമാണ് പ്രായം. പക്ഷെ നോക്ക് നിങ്ങൾ, പ്രസിദ്ധമായ ഹദീസ്, ഇന്നൽ ഹലാല ബയ്യിനുൻ വഇന്നൽ ഹറാമ ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുഷ്തബിഹാത്ത് ലാ യഅലമുഹുന്ന കസീറുൻ മിനൻ നാസ് ഫമൻ ഇത്തഖ ശുബഹാത്തി ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി വമൻ വഖഅ ഫി ശുബഹാത്തി വഖഅ ഫിൽ ഹറാം കറാഇ യർആ ഹൗലൽ ഹിമാ യൂഷികു അൻ യർതഅ ഫീഹി അലാ വഇന്ന ലികുല്ലി മലികിൻ ഹിമാ അലാ വഇന്ന ഹിമല്ലാഹി മഹാരിമുഹു
അലാ വഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു. ഈ ദീർഘമായ ഹദീസ് നുഅ്മാൻ ഇബ്നു ബശീർ പറയുന്നത് എന്താ? സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂൽ പറയുന്നത് ഞാൻ കേട്ടു എന്നാണ്. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, കുതുബ് സിത്തയിലൊക്കെ ഉണ്ട് ഈ ഹദീസ്. പ്രധാനപ്പെട്ട ഇസ്ലാമിലെ ഹറാമും ഹലാലും പഠിപ്പിക്കുന്ന, അതുപോലെ അതിൽ ഒരു മുസ്ലിമിന് ഒരുപാട് വിഷയങ്ങളിൽ ആശ്വാസം നൽകുന്ന ഹദീസാണത്. ഹറാമും ഹലാലും വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്, ഹലാൽ വ്യക്തം. അതിനിടയിൽ സാദൃശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു വഴിക്ക് ചിന്തിച്ചാൽ ഹറാമാണെന്ന് തോന്നും, വേറെ വഴിക്ക് ചിന്തിച്ചാൽ ഹലാലാണെന്ന് തോന്നും. രണ്ടിനോട് സാദൃശ്യമുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ളത് ഒഴിവാക്കിയവൻ അവന്റെ ദീനും അഭിമാനവും സംരക്ഷിച്ചിരിക്കുന്നു. അതിൽ വീണുപോയവൻ ഹറാമിൽ വീഴാനടുത്തിരിക്കുന്നു. ആരെപ്പോലെ? ഒരു സംരക്ഷിത സ്ഥലത്തിന് ചുറ്റും മേയിച്ചടക്കുന്നവനെ പോലെ. അവനവന്റെ കാലികളെ മേയിച്ചടക്കുകയാണ്. കയറാൻ പാടില്ലാത്തൊരു സ്ഥലമുണ്ട്, ഹിമ, അവിടെ കയറാൻ പാടില്ല. അതിന്റെ അടുത്തുകൂടെ ഒക്കെ അവൻ മേയിച്ചെടുക്കണം അവന്റെ ചുറ്റും. എന്തിന് സാധ്യതയുണ്ട്? യൂഷിക്കും യർത്താഫി, അവന്റെ കാലുകൾ അറിയാതെ ഇതിൽ ചാടിക്കടക്കാൻ സാധ്യതയുണ്ട്. എല്ലാ രാജാവിനും ഓരോ ഹിമയുണ്ട്. അള്ളാഹുവിന്റെ ഹിമ എന്താണ്? മഹാരിമുഹു, അള്ളാഹു ഹറാമാക്കിയ കാര്യം. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നായാലെല്ലാം നന്നായി, അത് ദുഷിച്ചാലെല്ലാം ദുഷിച്ചു. അതെന്താണ്? ഖൽ. ഹദീസ് ആരെ റിവായ ചെയ്തത്? നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു. അതുപോലെ എത്രയോ സഹാബികൾ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റസൂലുള്ളാഹി വഫാത്താകുമ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല, 15 വയസ്സിനോട് അടുത്തിട്ടേ ഉള്ളൂ, പ്രായപൂർത്തിയാകാൻ അടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെ എത്രയോ സഹാബിമാർ. അനസ് ബിൻ മാലിക് 10ാമത്തെ വയസ്സിലാണ് ഉമ്മ കൈ പിടിച്ചിട്ട് ഉമ്മു സലൈം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൊടുത്ത് കൊണ്ടുപോയി ആക്കണേ. 10 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തു. ഇങ്ങനെയുള്ള കുട്ടികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലിമാത്ത് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. കലിമാത്ത് അവർക്ക് ഇൻഷാ അല്ലാഹ് വലിയ സ്വാധീനം അവരുടെ കൽബിലുണ്ടാക്കും. പറയാതിരിക്കരുത്, പറയണം. കുട്ടിയല്ലേ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാതിരുന്നോ? ഇല്ല, പറഞ്ഞു, മോനെ ബിസ്മില്ലാ ചൊല്ല്, വലുതയുണ്ട് കൈക്ക്, അടുത്തുനിന്ന് കൈക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അവരെ ഒഴിവാക്കരുത്. അവർക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് ഒഴിവാക്കരുത്, മറിച്ച് അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. എങ്ങനെ പഠിപ്പിക്കുക? ഏതാണ് ആദ്യം അതാദ്യം, ഇങ്ങനെ പടിപടിയായി പഠിപ്പിക്കുക. الثانية عشرة 12ാമത്തേത് അൽ ബദഅതു ബിൽ അഹമ്മി ഫൽ അഹം. നേരത്തെ പറഞ്ഞത് തന്നെ, തുടങ്ങേണ്ടത് ബിൽ അഹം, പ്രധാനപ്പെട്ടത് കൊണ്ട്, ഫൽ അഹം, പിന്നെ അതിനെ പ്രധാനപ്പെട്ടത്. ഇതെല്ലാ വിഷയത്തിലും അങ്ങനെ കാണാം, മുൻഗണനാക്രമം ആവശ്യമാണ്. അതുകൊണ്ടാണ് മുആവിയ ഇബ്നു ഹൈദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് ചോദിക്കുന്നത്, മൻ അബർ, നബി ആരോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ നന്മ ചെയ്യേണ്ടത്? ഖാല ഉമ്മക്, നിന്റെ ഉമ്മയോട്. ثم من قال أمك ثم من قال أمك قال ثم من قال أباك ثم الأقرب فالأقرب, പിന്നെ ഏറ്റവും അടുത്ത ബന്ധുവിന്, പിന്നെ അതിനടുത്ത ബന്ധുവിന്. ഇങ്ങനെ ഏതിലാകട്ടെ മുൻഗണനാക്രമം ഉണ്ടാകും, അത് ആദ്യം പരിഗണിക്കേണ്ടതുണ്ട്. അതുപോലെ ഇൽമിൽ ഏതാണോ ആദ്യം, ഏതാണ് ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത്, അതാദ്യം, പിന്നെ അതിന് ശേഷമുള്ളത്, പിന്നെ അതിന് ശേഷമുള്ളത്. അടുത്തത് അസാലിസ ആശറ 13ാമത്തേത് മസ്രിഫു സക്കാ. സക്കാത്ത് എവിടെയാണ് ചെലവഴിക്കേണ്ടത്? സക്കാത്തിന്റെ വിനിയോഗം എങ്ങനെ? അതേത് ഹദീസിലുള്ളത്? അതാണ് മുആദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ച ഹദീസിൽ റസൂൽ എന്താ പറയുന്നത്? നീ അവരെ അറിയിക്കണം, അവർക്ക് അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്താണ് നിർബന്ധമാക്കിയിട്ടുള്ളത്? സക്കാത്ത്. സക്കാത്ത് തുഖദു മിൻ അഗ്നിയാഇഹിം, അവരുടെ സമ്പന്നരിൽ നിന്ന് ശേഖരിക്കപ്പെടും. വതുറദ്ദു അലാ ഫുഖറാഇഹിം, അവരുടെ ഫഖീറുകൾക്ക്, ദരിദ്രർക്ക് അത് നൽകപ്പെടും. അപ്പോ ആരിൽ നിന്നാണ് സക്കാത്ത് എടുക്കേണ്ടത്, ആരിൽ നിന്ന് ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കും. അതിന്റെ അവകാശികൾക്കല്ലാതെ ഇത് കൊടുക്കാൻ പാടില്ല. 8 അവകാശികൾ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അവിടെ അല്ലാതെ സക്കാത്ത് കൊടുക്കാൻ പാടില്ല. പള്ളി എടുക്കാൻ സക്കാത്ത് കൊടുക്കാൻ പറ്റും? പാടില്ല. ചില ആളുകൾ പറയും ഫീ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ നിന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പൊ അത് ആർക്കാണ്? എല്ലാത്തിനും ഉപയോഗിക്കാം എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കാറുണ്ട്. തെറ്റാണ്. ബാക്കിയുള്ളതൊക്കെ ഫീ സബീലില്ല തന്നെയല്ലേ?
അതിൽ ബാക്കിയുള്ള 7 അവകാശം അതും ഫീ സബീലില്ലല്ലേ. ദരിദ്രൻ, അതുപോലെ മിസ്കീൻ, കടം കൊണ്ട് വലയുന്നവൻ, ഇവരൊക്കെ വഴിയാത്രക്കാരൻ, ഇവരൊക്കെ ആരാണ്? അതൊക്കെ ഫീ സബീലില്ല എന്നുള്ള വകുപ്പില്ല, അതും പെടുത്തിക്കൂടെ. പിന്നെന്താ ഒരു പ്രത്യേകം ഫീ സബീലില്ല? അപ്പൊ ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ബാക്കി ഇങ്ങനത്തെ പള്ളി എടുക്കാനും മദ്രസ എടുക്കാനും അതിനൊക്കെ സക്കാത്ത് കൊടുക്കാം, കാരണം ഫീ സബീലില്ല എന്നുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ. തെറ്റാണ്. ഫീ സബീലില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് അത് നടക്കുന്നുണ്ടെങ്കിൽ മുസ്ലിം ഭരണാധികാരി അത് നടത്തുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ടി ഉപയോഗിക്കാനാണ്. 2 തലബുൽ ഇൽം, അള്ളാഹിന്റെ മാർഗത്തിൽ ഇൽമ് പഠിക്കാൻ. ഒരാളങ്ങനെ പഠിക്കുന്ന അയാൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പഠിക്കാൻ അയാളെ സഹായിക്കാൻ കൊടുക്കാം. കാരണം തലബുൽ ഇൽം മിനൽ ജിഹാദി ഫീ സബീലില്ലാഹ്, അതിൽപ്പെട്ടതാണ് തലബുൽ ഇൽം. അതാണ് ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞത്. അല്ലാതെ ഫീ സബീലില്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൊടുക്കാന്നല്ല. മറിച്ച് 8 അവകാശികൾ എന്ന് അള്ളാഹു പറഞ്ഞെടുത്ത് മാത്രമേ സക്കാത്ത് പാടുള്ളൂ. നിർബന്ധിത സക്കാത്ത് അവിടെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ മസ്രിഫു സക്കാ, എവിടെ സക്കാത്ത് കൊടുക്കണം എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതിൽ പ്രധാനപ്പെട്ട ആളുകൾ ആരാ? ഫഖീറാണ്. ഫഖീർ ആവശ്യക്കാരനാണ്. ഫഖീർ ആ ആവശ്യക്കാരൻ എന്ന പരിധിയിൽ ബാക്കിയുള്ള ആളുകൾ വരുന്നുണ്ട്. മിസ്കീൻ അവൻ ആവശ്യക്കാരനാണ്, കടക്കാരൻ ആവശ്യക്കാരനാണ്, വഴിയാത്രക്കാരൻ ആവശ്യക്കാരനാണ്. അപ്പോ അതിന്റെ ഉള്ളിൽ അള്ളാഹു പറഞ്ഞ ബാക്കിയുള്ള ആളുകൾ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വല്ലാഹു അഅലം. 14 കശ്ഫുൽ ആലിമി ശുബ്ഹത അനിൽ മുതഅല്ലിം. കശ്ഫുൽ ആലിമി അശുബ്ഹത അനിൽ മുതഅല്ലിം. കശ്ഫ് എന്ന് പറഞ്ഞാൽ നീക്കുക. കശഫ എന്നാൽ മറഞ്ഞെടുക്കുന്ന ഒരു കാര്യം നീക്കുന്നതിന് കശഫ എന്ന് പറയും. കശഫ യക്ഷിഫു. കശ്ഫുൽ ആലിം, ആലിം വിവരമുള്ള ഇൽമുള്ള ആളെ നീക്കം ചെയ്യുക. അശുബ്ഹ, ശുബ്ഹത്ത് എന്താണ്? സംശയം. അനിൽ മുതഅല്ലിം, പഠിക്കുന്ന ആളിൽ നിന്ന് വിവരമുള്ള ആൾ സംശയം നീക്കണം എന്നത് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുആദിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് പല കാര്യങ്ങളും, ശുബ്ഹത്ത് ഉണ്ടാകാൻ ഇടയുള്ള പല കാര്യങ്ങളും. എന്ന് മാത്രമല്ല മുആദിനോട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറയുകയാണ് ശുബ്ഹത്ത് ഉണ്ടാകാൻ ഇടയുള്ള പല കാര്യങ്ങളും. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംശയം ഉണ്ടാകാൻ ഇടയുള്ള പല കാര്യങ്ങളും മുആദിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. മാത്രമല്ല മുആദിനോട് പറയുന്നു എന്ത് ചെയ്യാൻ? പഠിപ്പിച്ചു കൊടുക്കാൻ. ചെല്ലുന്ന യമനിലേക്ക് അവിടെയുള്ള ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. 15 النهي عن كرائم الأموال. النهي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. അൻ കറായിമിൽ അംവാൽ, സമ്പത്തിലെ കരീമത്തായ മുന്തിയ ഇനത്തെ വിലക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സക്കാത്ത് പിരിച്ചെടുക്കുന്ന ആൾ, ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിയമിക്കുന്ന ആൾ സക്കാത്തിൽ ഈ ആളുടെ മുന്തിയ ഇനത്തെ, മുന്തിയ ഒട്ടകത്തെ, അയാൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒട്ടകത്തെ എന്നാ ഇതിനെ സക്കാത്തിലേക്ക് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എടുക്കാൻ പാടില്ല. അതുപോലെ സക്കാത്ത് കൊടുക്കുന്ന ആൾ എന്ത് ചെയ്യരുത്? ഏറ്റവും താണത് കൊടുക്കുകയും ചെയ്യരുത്. മറിച്ച് വസത്തിലുള്ളത്, ഒരു 2 പെടാത്തത്, ഒരു മധ്യ നിലവാരത്തിലുള്ളത് അയാൾ കൊടുക്കുക. ഇനി അയാൾ നല്ല മനസ്സുകൊണ്ട് മുന്തിയനം തന്നെ സക്കാത്തിന് എടുത്തോളൂ എന്ന് പറഞ്ഞാൽ സക്കാത്ത് പിരിച്ചെടുക്കുന്ന ആൾക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. അതല്ലാതെ അയാളെ നിന്ന് ബലമായി പിടിച്ചെടുക്കാൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ളതാണ്. അന്നഹ്യു അൻ കറായിമിൽ അംവാൽ, മുന്തിയ ഇനം സമ്പത്ത് അത് റസൂലുള്ളാഹ് ഇങ്ങനെ പിരിച്ചെടുക്കുന്നത് വിലക്കി. 16 ഇത്തിഖാഉ ദഅവത്തുൽ മദ്ലൂം. എന്താണ് ദഅവത്തുൽ മദ്ലൂം എന്നാൽ? മദ്ലൂമിന്റെ ദുആ, മർദിദന്റെ ദുആ, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ അത് സൂക്ഷിക്കണം എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിനോട് പറഞ്ഞു. ഇത്തഖി ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആ നീ സൂക്ഷിക്കുക, അള്ളാഹു അത് സ്വീകരിക്കും. അവൻ തെമ്മാടിയാണെങ്കിലും, ആക്രമിക്കപ്പെട്ടവൻ ചിലപ്പോൾ തോന്നിവാസിയായിരിക്കും, എന്നാലും ആ ദുൽമ ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് അവൻ ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു ദുആ സ്വീകരിക്കുന്നവനാണ്. 17 അൽ-ഇഖ്ബാറു ബിഅന്നഹാ ലാ തുഹ്ജബ്. അൽ-ഇഖ്ബാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ബിഅന്നഹാ, അന്നഹാ എന്ന് പറഞ്ഞാൽ
ദഅവത്തുൽ മദ്ലൂം, മദ്ലൂമിന്റെ ദുആ ലാ തുഹ്ജബ്, അത് തുഹ്ജബ്, അത് മറക്കപ്പെടുക, അത് തടയപ്പെടുകയില്ല. നേരെ അള്ളാഹുലേക്ക് കയറിപ്പോകുന്ന ദുആ ആണ്. അള്ളാഹു ദുആ സ്വീകരിക്കും. എമ്പാടും ഉദാഹരണങ്ങൾ അതിന് മുൻഗാമികൾക്കിടയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ദുആയെ സൂക്ഷിക്കണം. ആ ദുആ സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? എങ്ങനെ സൂക്ഷിക്കുക? അവന് ദുൽമ ചെയ്തിട്ട് നീ ദ്വാരക്കരുതെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ദുൽമ ചെയ്യാതിരിക്കലാണ്. ദുൽമ ചെയ്യാതിരിക്കുക, മറിച്ച് അതില് മാത്രമേ പാടുള്ളൂ. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി ഫജഅൽതുഹു ബൈനകും മുഹറമൻ ഫലാ തളാലമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, ഞാൻ എനിക്ക് ദുൽമ ഹറാമാക്കിയിരിക്കുന്നു. അള്ളാഹ് എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല. ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. അള്ളാഹു ചോദ്യം ചെയ്യപ്പെടുകയില്ല, അവരാണ് ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ, നമ്മളാണ്. പക്ഷേ ആ അള്ളാഹു പറയുകയാണ്, അവൻ ദുൽമ ചെയ്യുകയില്ല, അനീതി ചെയ്യുകയില്ല. വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങൾക്കിടയിലും അടിമകളെ ഞാൻ ദുൽമ ഹറാമാക്കിയിരിക്കുന്നു. ഫലാ തളാലമു, അതുകൊണ്ട് പരസ്പരം ദുൽമ ചെയ്യരുത്. الثامنة عشرة 18 من أدلة التوحيد ما جرى على سيد المرسلين وسادات الأولياء من المشقة والجوع والوباء. من أدلة التوحيد, തൗഹീദിന്റെ തെളിവുകളിൽ പെട്ടതാണ് മാ ജറ, എന്താണോ കഴിഞ്ഞുപോയിട്ടുള്ളത്, അലാ സയ്യിദുൽ മുർസലീൻ, മൻ ഹുവ സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിമാരുടെ സയ്യിദിനും വസാദാത്തിൽ ഔലിയാ, ഔലിയാക്കളുടെ നേതാക്കന്മാർക്കും, അവരിൽ മുൻപന്മാർ സഹാബത്താണ്. മിനൽ മശഖ, അവർക്ക് വന്നിട്ടുണ്ട് മിനൽ മശഖ, പ്രയാസങ്ങൾ. വൽ ജൂ, ജൂ എന്താണ്? വിശപ്പ്. വൽ വബാ, വബാ എന്നാൽ രോഗങ്ങൾ, പകർച്ചവ്യാധികൾ. ഇങ്ങനെയുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ മുൻഗാമികളായ നബിമാരുടെ സയ്യിദിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്, ഔലിയാക്കളുടെ നേതാക്കന്മാർക്ക് വന്നിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ സുമ്മൽ അംസൽ ഫൽ അംസൽ, ജനങ്ങളിൽ ഏറ്റവും പരീക്ഷണത്തിന് വിധേയരാകുന്നത് ആരാണ്? കടുത്ത പരീക്ഷണം നബിമാർക്കാണ്. സുമ്മൽ അംസൽ ഫൽ അംസൽ, പിന്നെ അതിനോട് അടുത്ത ആളുകൾ, നബിമാരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, പിന്നെ അവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. അങ്ങനെ ആണ് അള്ളാഹു പരീക്ഷണം ഏർപ്പെടുത്തുക. പരീക്ഷണം ഖൈറു കൊണ്ടുണ്ടാവും, ഷർറു കൊണ്ടുണ്ടാവും. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ വഇലൈനാ തുർജഊൻ. അള്ളാഹു പറഞ്ഞു, നാം നിങ്ങളെ ഷർറു കൊണ്ടും ഖൈറു കൊണ്ടും പരീക്ഷിക്കും, നമ്മിലേക്കാണ് നിങ്ങളുടെ മടക്കം. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു എല്ലാ സൗകര്യങ്ങളും കൊടുത്തില്ലേ? സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞെന്താ? അദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറ മക്ഫുർ, ഇതെന്റെ റബ്ബിന്റെ ഫദ്ലാണ്, എന്നെ പരീക്ഷിക്കാൻ, ഞാൻ നന്ദി കാണിക്കുമോ നന്ദികേട് കാണിക്കുമോ എന്ന്. ഇത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്, നല്ലവരായ ആളുകൾക്ക്, നബിമാർക്ക് കൂടുതൽ. ഇവിടെ ഇത് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം, ഈ കിതാബിന്റെ വിശദീകർത്താക്കൾ പറയുന്നത്, വിശദീകരണം നൽകിയിട്ടുള്ള ഉലമാക്കൾ പറയുന്നത്, ഖൈബർ യുദ്ധത്തിനോടനുബന്ധിച്ചിട്ടാണല്ലോ അലിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലിയെ വിളിക്കുന്നതും പതാക കൊടുക്കുന്നതൊക്കെ നമ്മൾ വായിച്ചതാണല്ലോ. ഖൈബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും വലിയ പരീക്ഷണം അനുഭവിച്ചിരുന്നു. ആദ്യം വിശപ്പ് അനുഭവിച്ചിരുന്നു. അങ്ങനെ വിശന്ന് വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോഴാണ് അവർ ഗനീമത്തിലെ കഴുതകൾ എന്ന് പറഞ്ഞാൽ നാടൻ കഴുതകൾ, അതിനെ അറുത്തിട്ട് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നബിയുടെ മുനാദി വിളിച്ചു പറയും, ഇന്നൽ ഹുമറ ഖദ് ഹുർരിമത്, കഴുത ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനത്തെ കഴുതയാണ്? നാടൻ കഴുത, മനുഷ്യന്മാര് ആയിട്ട് ഇണങ്ങുന്ന കഴുതുണ്ടല്ലോ, അതിനെ അറുക്കൽ ഹറാമാണ്, അത് നജസാണ് എന്ന കൽപ്പനപ്പെടുന്നത് ഖൈബറിൽ ഇവര് അറുത്തിട്ട് അടുപ്പത്ത് വെച്ചപ്പോ അതൊക്കെ എടുത്ത് സഹാബത്ത് പുറത്തേക്ക് ഒഴിച്ചു കിടന്നു. വിശന്നിരിക്കുകയാണ് ആ സംഭവം നടക്കുന്നത്. ഇങ്ങനെ പ്രയാസങ്ങൾ ഖൈബറിൽ ഉണ്ടായിട്ടുണ്ട്.
എന്നാൽ കാട്ടുകഴുതകളുണ്ടല്ലോ, ഇണങ്ങാത്ത ഹിമാറുൽ വഹ്ശി എന്നതിന് പറയും, വഹ്ശിയായ കഴുത, അതിനെ അറുത്ത് കഴിക്കൽ ഹലാലാണ്. അതിനെ കഴിക്കൽ ഹലാലാണ്. കുതിരയെ പോലെ കുതിര ഹലാലാണ്. അപ്പൊ ഇങ്ങനെ പ്രയാസങ്ങൾ, വിശപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും സഹിച്ചിട്ടുണ്ട്. അതുപോലെ പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. വൽ വബ, രോഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലാഹു പറഞ്ഞില്ലേ, വദ്കുർ അബ്ദനാ ദാവൂദ് വദ്കുർ അബ്ദനാ അയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ്. അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നീ ഓർക്കുക. അവിടുന്ന് പറഞ്ഞു, എന്നെ പിശാച് ബാധിച്ചിരിക്കുന്നു. ബിനുസ്ബിൻ വഅദാബ്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട്. 19 വർഷത്തോളം അള്ളാഹു പരീക്ഷിച്ചു രോഗങ്ങൾ കൊണ്ട്. ശരീരത്തിൽ കൽബല്ലാതെ മറ്റൊരവയവുമില്ല രോഗം ബാധിക്കാൻ. രോഗം വരാത്ത ഏത് അവയവം മാത്രമേ ഉള്ളൂ? കൽബ് മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാത്തിനും രോഗമാണ്. എല്ലാവരും ഉപേക്ഷിച്ചു പോയി. മക്കളൊക്കെ ഓരോരുത്തരായി മരണപ്പെട്ടു. സമ്പത്ത് നശിച്ചു. എല്ലാവരും ഉപേക്ഷിച്ചു പോയി. ഒരു ഭാര്യ ഒഴികെ അവർ മാത്രമാണ് ഉപേക്ഷിക്കാതിരുന്നത്. അവസാനം അള്ളാഹു എല്ലാം തിരിച്ചു കൊടുത്തു. പ്രയാസപ്പെട്ട അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു പറഞ്ഞു, ഉർകുബ് ബിരിജ്ലിക് ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്. കുടിക്കുമ്പോൾ താഴ്ഭാഗത്തുകൂടി ഒരു പ്രത്യേക വെള്ളം ഒഴുക്കി. എന്നിട്ട് പറഞ്ഞു, ഇതാ തണുത്ത വെള്ളം, അത് കുടിച്ചോളൂ, അത് ശരീരത്തിലൂടെ ഒഴിച്ചോളൂ. കുടിച്ചപ്പോൾ ഉള്ളിലുള്ള രോഗം മുഴുവൻ മാറി. ശരീരത്തിലൂടെ ഒഴിച്ചപ്പോൾ പുറത്തുള്ള രോഗം മുഴുവനും മാറി. وَوَهَبْنَا لَهُ أَهْلَهُ وَمِثْلَهُمْ مَعَهُمْ رَحْمَةً مِنَّا وَذِكْرَى لِأُولِي الْأَلْبَابِ. നാം അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തു, കുടുംബത്തെ തിരിച്ചു കൊടുത്തു, അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? ഓർമ്മിക്കാൻ. നമ്മുടെ റഹ്മത്താണത്, പിന്നീടുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ. അങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത ആളുകൾക്ക്. അതുപോലെ നോക്കി, ഈ ഹദീസിൽ തന്നെ അലി ബിൻ അബി താലിബ് ഒരു പ്രയാസം കൊണ്ടാണ് വരുന്നത്. എന്താണത്? കണ്ണിന് ചെങ്കണ്ണ് വന്നിട്ട് കാണാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ട്. കണ്ണ് കാണാത്ത, അതുകൊണ്ടാണ് സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു പിടിച്ചിട്ടാണ് കൊണ്ടുവരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. ഇങ്ങനെ പ്രയാസങ്ങൾ മുൻഗാമികൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. والله تعالى أعلم، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.